എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ വണ്ടി ആണെങ്കിലും യൂസ് ചെയ്തുകൊണ്ട സമയത്ത് എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം? അതായത് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറുന്ന സമയത്ത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലുള്ള RPM മീറ്ററും അതുപോലെ സ്പീഡോ മീറ്ററും കൂടെ ഏറ്റവും മാക്സിമത്തോട്ട് പോയിട്ട് പിന്നെ വീണ്ടും സീറോയിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥ. അത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. ശരിക്കും എന്താണ് ആ സംഭവം? എൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് വല്ല കുഴപ്പമുണ്ടോ, അതോ നീഡിലിന് വല്ല സ്ക്രൂ ഇടങ്ങിപ്പോയതാണോ? വിശദമായിട്ട് നോക്കാം. ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കൊന്നും വേണ്ട. ഇത് മോഡേൺ ഗേൾസിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. ഇതിനെ വിളിക്കുന്നത് ഗേജ് സ്വീപ്പ് അഥവാ നീഡിൽ സ്വീപ്പ് എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള ECU അഥവാ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയിലുള്ള എല്ലാ സിസ്റ്റംസും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സെൽഫ് ചെക്ക് നടത്തും. ആ ഒരു സെൽഫ് ചെക്കിങ്ങിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പെടുന്നുണ്ട്. ഈ ഗേജ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഗേജസ് മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ECUവിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ഈ ഗേജ് സ്വീപ്പ് ഗേജസിനെ കാലിബ്രേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് ആ നീഡിൽസിനെ ഏറ്റവും മാക്സിമത്തിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും സീറോയിലേക്ക് വരുന്ന ആ ഒരു കാര്യം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യില്ലേ, അപ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടും. കൈൻഡ് ഓഫ് ലൈക്ക് ചില മാനുഫാക്ചേഴ്സ് ഇതിനൊരു വിഷ്വൽ അപ്പീലായിട്ടും കൊടുക്കുന്നുണ്ട്. അതായത് വണ്ടിക്കകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു സ്പോർട്ടി ലുക്ക് അഥവാ ഒരു ഹൈടെക് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മോസ്റ്റ് ഓഫ് ദ കേസസും നോർമൽ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴാണ് നിങ്ങൾ കൺസേൺഡ് ആയിരിക്കേണ്ടത്? ചില സമയത്ത് ഈ ഒരു ഗേജ് സ്വീപ്പ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വാർണിംഗ് ലൈറ്റ്സ് കത്തിയിട്ട് അതൊരിക്കലും പോവാത്ത അവസ്ഥ വരാം. അതുപോലെ തന്നെ ചില സൗണ്ടുകളും കേട്ടേക്കാം. അങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ECU അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് ഒരു മാൽ ഫംഗ്ഷൻ വന്നു എന്നാണ്. ചില സമയത്ത് ഈ ഗേജ് സ്വീപ്പ് വരാതിരിക്കും. അതായത് നിങ്ങൾ പ്രീവിയസ്ലി കാരണത്തോട്ട് കയറിയപ്പോൾ ആ ഒരു സംഭവം വന്നു, പിന്നെ കയറിയപ്പോൾ ആ സംഭവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ECU അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഒരു പ്രോബ്ലമാണ്. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യുക. ഈ സംഭവം കൊള്ളാലോ, എൻ്റെ കാറിനും ഇതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാർസിനും ഇതുണ്ടാവാറില്ല. പഴയ കാർസിന് എസ്പെഷ്യലി, ബിക്കോസ് പഴയ കാറുകൾ ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ ഗേജസ് ആയിരിക്കും. ഈ ഒരു ഫീച്ചർ കണ്ടുവരുന്നത് ഇലക്ട്രോണിക് ഗേജസിനാണ്. ചില മാനുഫാക്ചേഴ്സ് ഇത് കൊടുക്കാറുമില്ല. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഗേജ് സ്വീപ്പ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.